ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് KFC ചിക്കൻ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് തൈര്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇത്രയും കൂടെ അരച്ചതാണ് 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനെഗർ, 1/4 ടീസ്പൂൺ ഒറിഗാനോ. ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഇത് ആമസോണിലും സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടും. ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇതില്ലെങ്കിൽ നമുക്കിത് അവോയ്ഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം, 1/4 ടീസ്പൂൺ. ഇനി ഇത് ഉപ്പുണ്ടോ നോക്കാം. ഉപ്പ് എന്തായാലും മുന്നിട്ട് നിൽക്കണം. ഇനി നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചിക്കനിലോട്ട് കൂട്ടെല്ലാം ഒന്ന് പെരളട്ടെ. ഇപ്പം ചിക്കനിലെല്ലാം കൂട്ട് പെരണ്ടിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ നേരം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 2 കപ്പ് മൈദമാവ്, 1 കപ്പ് കോൺഫ്ലോർ, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഒറിഗാനോ പൗഡർ. ഉപ്പ് നേരത്തെ ചിക്കനിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് മാത്രം മാവിലിട്ടാൽ മതി. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആവണം. ഇനി ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് ചിക്കനെല്ലാം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഈ ചിക്കൻ്റെ പ്ലേറ്റിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പൊടിയുടെ 1/4 ഭാഗം അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ബാക്കി മാവ് മാറ്റി വയ്ക്കണം. ഇനി അതിലേക്ക് നമുക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കാം. കൂട്ട് നന്നായിട്ട് ലൂസായി പോവരുത്. ഇനി ഇതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 പീസ് വീതം ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിനെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മാവിലേക്ക് മുക്കി നന്നായിട്ട് പൊതിഞ്ഞ് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് വയ്ക്കാം. ഓരോ ചിക്കനായിട്ടെടുത്ത് ഓരോന്നായിട്ട് മാവിൽ മുക്കി നമുക്ക് വേറൊരു പ്ലേറ്റിൽ വയ്ക്കണം. ഇതുപോലെ എല്ലാ ചിക്കനും ഇങ്ങനെ മുക്കി മുക്കി നമുക്ക് മാറ്റി വയ്ക്കാം. കുറേശ്ശെ മാവിൽ പുരണ്ടാൽ മതി, ഒരുപാട് ആവണ്ട. എന്നിട്ട് നന്നായിട്ടൊന്ന് കുടഞ്ഞ് വേണം നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാൻ. ഇതുപോലെ എല്ലാം ഒന്ന് മാറ്റി വയ്ക്കണം. ബാക്കിയുള്ളതും എല്ലാം അതുപോലെ ഒന്ന് ചെയ്ത് വയ്ക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കാം. അതിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 3-4 പീസ് ഇട്ട് കൊടുത്താൽ മതി ആദ്യം. അത് കഴിഞ്ഞ് ബാക്കി പിന്നീട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലായിരിക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കി കുറച്ച് നേരം ഇരുന്നൊന്ന് ഫ്രൈ ആവട്ടെ. ചിക്കനാണ്, അതുകൊണ്ട് ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണം. അതുവരെ നമ്മൾ സമയം കൊടുക്കണം.
ഏകദേശം ഒരു അരമണിക്കൂർ നേരം എടുക്കും. നന്നായിട്ടൊന്നൊരു സൈഡ് ഫ്രൈ ആവട്ടെ. അതിനുശേഷം നമ്മളിത് മറിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കണം. രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം. കരിഞ്ഞു പോവരുത്, ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കുറഞ്ഞത് അരമണിക്കൂർ നേരമെങ്കിലും വയ്ക്കണം. നമ്മുടെ ചിക്കനെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ബാക്കി ചിക്കനും നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതും ഇതുപോലെ തന്നെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിന് ശേഷം തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ KFC ചിക്കൻ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കനാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.